ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ മിൽക്കി ബാംബു പ്ലാന്റ്സിനെ കുറിച്ചാട്ടോ. മിൽക്കി ബാംബു പ്ലാന്റ്സ് ഇതുപോലെ ബുഷിയായി നിൽക്കാനും അതുപോലെ തന്നെ ഇത് വേര് പിടിപ്പിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വാച്ച് ചെയ്യണം കേട്ടോ. നല്ല ഭംഗിയുള്ള നിറമാണ് കേട്ടോ. ഇതിന് നല്ലൊരു യെല്ലോയും ഗ്രീനും കൂടിയിട്ടുള്ള കളറാണ്. ഫോണിലൂടെ എത്രത്തോളം കളറിങ് കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു യെല്ലോയും അതുപോലെ തന്നെ ഗ്രീനും കൂടിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു പോട്ടിലാണ് ഇത് നട്ട് കൊടുത്തിട്ടുള്ളത്. ഈ പോട്ടിൽ പക്ഷേ ഇതിൽ തിക്കായിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ. നല്ല ഭംഗിയായിട്ട് നമുക്കിത് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് ഔട്ട്ഡോറിലും വെക്കാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയായിട്ട് കുറച്ചൊരു വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് നമ്മൾ ഈ ഒരു മിൽക്കി ബാംബുവിനെ നമ്മൾ വെക്കേണ്ടത്. അത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു യെല്ലോ കളറൊക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഗ്രീൻ കളറ് കൂടി വരും. അപ്പോൾ നമുക്ക് യെല്ലോ കളർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെക്കണം. ഓവർ സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഈ ഒരു മിൽക്കി ബാംബുവിനെ വെക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഉൾഭാഗത്ത് കണ്ടില്ലേ ഒരു പച്ച കൂടുതലായിട്ട് കാണുന്നില്ലേ. അപ്പോൾ ഉൾഭാഗത്ത് ഇങ്ങനെ പച്ച കൂടുന്നത് എന്താണ്, വെളിച്ചം കിട്ടുന്ന ഏരിയയിലാകുമ്പോൾ കുറച്ചിങ്ങനെ നിൽക്കുന്ന പുറത്തുള്ള ഭാഗങ്ങളൊക്കെ നല്ല യെല്ലോ ഉണ്ട് കേട്ടോ. ഉൾഭാഗത്തും ഉണ്ടെങ്കിലും പക്ഷേ കുറച്ചൊരു കണ്ടില്ലേ ചെറിയൊരു ഗ്രീനിഷ്. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ നല്ല ഭംഗിയിലാണുള്ളത്. അപ്പോൾ നമുക്കിത് പിന്നെ ബുഷിയായി ഇത് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കമ്പുകളൊക്കെ നമ്മളൊന്ന് ഇങ്ങനെ വരുന്ന കമ്പുകളൊക്കെ നമുക്കൊന്ന് വെട്ടി മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പ്രോണിങ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു മിൽക്കി ബാംബു ബുഷിയായിട്ട് നമ്മളെ പോട്ടിൽ ഇങ്ങനെ തിക്കായിട്ട് വളരും കേട്ടോ. നല്ല ഭംഗിയിൽ വളരും. നമുക്കിത് എന്താ പറയുക, ഇതൊന്ന് നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലൊക്കെ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ വെളിച്ചം കിട്ടുന്ന ഏരിയയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ നമുക്ക് ഒരു 5 ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. എനിക്ക് മിൽക്കി ബാമ്പാണ് ലക്കി ബാമ്പിനെക്കാട്ടും വെരിക്കേറ്റഡ് ലക്കി ബാമ്പിനെക്കാട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു മിൽക്കി ബാംബു പ്ലാന്റ്സിന് കേട്ടോ. 3 ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഏത് ചെടി ഇഷ്ടമാണ്. എന്നാൽ ചെടികളെ സ്നേഹിക്കുന്നവർക്ക് എല്ലാ ചെടികളും ഇഷ്ടമായിരിക്കും കേട്ടോ. എനിക്ക് എല്ലാ ചെടി, ഒരു കുഞ്ഞു ചെടി പോലും ഞാൻ കളയില്ല. നമുക്ക് എത്ര സമയമില്ലെങ്കിലും അത് നമ്മൾ ഒരു പ്ലാന്റൊക്കെ നമ്മൾ മാറ്റി നടുന്ന സമയത്ത് ചെറിയൊരു സ്റ്റെമ്മൊക്കെ അടർന്ന് വീണാലും അതുപോലും ഞാൻ വേര് പിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. എനിക്കത് കളയുന്നത് ഇഷ്ടമില്ല. എൻ്റെ ഉമ്മ ചോദിക്കും എന്തിനാണ് ഇഷ്ടം പോലെ ചെടിയില്ലേന്നൊക്കെ ചോദിച്ചാലും ഞാൻ അത് കളയാതെ പിന്നെന്താ ചെയ്യുക, അതും കൂടി നട്ടു കൊടുക്കും. അപ്പോൾ എല്ലാ ചെടിയും എനിക്കിഷ്ടമാണ്. പക്ഷേ നമുക്ക് ചില ചെടികളോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ആ പ്രത്യേക ഇഷ്ടമുള്ള ചെടിയാണ് ഈ ഒരു മിൽക്കി ബാംബു. അപ്പോൾ ഇത് ബുഷിയായി നിൽക്കാൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിങ്ങനെയുള്ള ചെടികളുള്ളവരൊക്കെ എന്ത് ചെയ്യുക, നമ്മളിത് പ്രോണിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ബുഷിയായി നിൽക്കും കേട്ടോ. അതുപോലെ നമുക്ക് എങ്ങനെയാണ് വേര് പിടിപ്പിക്കാമെന്ന് ഞാൻ ഇതിൽ 2 or 3 പ്രാവശ്യം വേര് പിടിപ്പിക്കാൻ നോക്കിയിട്ട് എനിക്ക് വേര് പിടിപ്പിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനൊരു പുതിയ മെത്തേഡ് പോലെ, അല്ലെങ്കിൽ നമ്മൾ വെറും ചകിരിച്ചോറ് ഞാൻ എടുത്ത് വെച്ചിട്ട് ഒരു ജ്യൂസ് ഗ്ലാസ്സിൽ വെറും ചകിരിച്ചോറാണ് ഞാനിതൊരു മുമ്പ് ഒരു ചെടി നട്ടൊരു ഗ്ലാസ്സാണ്. അതാണ് ഗ്ലാസിൻ്റെ നിറം ഇങ്ങനെ ചകിരിച്ചോറിലാണ് ഞാൻ നട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു സ്റ്റെമ്മാണ് ആവശ്യമുള്ളത്. നമുക്കൊരു അപ്പോൾ ഇതൊരു ഇവിടേക്കൊരു കണ്ടില്ലേ ഈ ഒരു പോർഷന് പോയാൽ ഈ ചെടിക്ക് നല്ലൊരു ഭംഗിയും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊരു സ്റ്റെമ്മ് കിട്ടുകയും ചെയ്യും. നമുക്കൊരു അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ ഒരു ഇത്രത്തോളം ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെടി കാണാൻ നല്ല ഭംഗിയില്ലേ. ഈ കട്ടിങ്സ് പോയതിന് ശേഷം ഇതൊന്നും കൂടി നല്ല ഭംഗി കൂടിയതല്ലേ. അതായത് ഇതിങ്ങനെ ഒരു തല മാത്രം ഇങ്ങനെ ഇങ്ങനെ പൊക്കത്തിൽ നിൽക്കുമ്പോൾ ഒരു ഭംഗിയില്ലായിരുന്നു. ഇപ്പോൾ ചെടി കാണാൻ നല്ല സൂപ്പറായിട്ടില്ലേ, നിങ്ങൾ നോക്കി നല്ല സൂപ്പറായില്ലേ ചെടി. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു ചെടി നല്ല സൂപ്പറായിട്ടോ. ഇത് നമുക്ക് ഈ ഒരു ചെടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊരു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. ഇതുപോലെ ഒരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചെടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കണമെങ്കിൽ മണ്ണൊന്നും ഉപയോഗിക്കാതെ നമ്മളിതിന് ചെയ്താൽ മതി. വെറും ചകിരിച്ചോറിൽ മണ്ണിലൊക്കെ നട്ട് കൊടുത്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ഇത് ഉണങ്ങിപ്പോകുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ചകിരിച്ചോറിൽ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ വേര് പിടിപ്പിച്ച ലക്കി ബാമ്പ് ഞാൻ കാണിച്ചു തരാം. ഞാൻ വേര് പിടിപ്പിച്ച് വെച്ച ലക്കി ബാമ്പാണ് ഇത് കേട്ടോ. ഇത് ഞാൻ ഇതിൽ നിന്ന് ഇതുപോലെ ഒരു സ്റ്റെം എടുത്തിട്ട് വേര് പിടിപ്പിച്ചാണ്. വേരിതാ കണ്ടില്ലേ, ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. വേരിതാ നന്നായിട്ട്
ഗ്ലാസിൻ്റെ പുറത്തേക്ക് തന്നെ കാണുന്നുണ്ട്. ഇതിലെ ഈ ഒരു സ്ഥലത്ത് ഇതാ ചെറുതായിട്ട് വേര് വന്നിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ വേര് വന്നിട്ട് ഇത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഉജീനിയത്തിൻ്റെ ഒരു സ്റ്റെമ്മും വെച്ച് കൊടുത്തിരുന്നു. പിന്നെ നമ്മൾ എന്ത് നട്ടാലും അതിൽ ഇങ്ങനെ കളകളുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ആ കളകൾ പറിക്കാത്ത എന്താണ്, ഇതിന് ഒരു കുറച്ചായി നട്ട് വെച്ചിട്ട് എന്നാലും ഒരു ഇളക്കം വരണ്ട വെച്ചിട്ട് കളകൾ പറിക്കാത്ത. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുക, അവിടെയൊക്കെ നന്നായിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇതാ പുറത്തേക്കും വേര് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇതുപോലെ നമുക്ക് ചകിരിച്ചോറിൽ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടിച്ചട്ടിക്കും കനം ഉണ്ടാവില്ല കേട്ടോ. ഈ ചെടിച്ചട്ടിയിൽ മണ്ണും ചകിരിച്ചോറൊക്കെ ഉണ്ട്. ചെടിച്ചട്ടിക്കും വെയിറ്റ് കുറയും നമ്മൾ ചകിരിച്ചോറ് ഉപയോഗിച്ചാൽ വേഗത്തിൽ തന്നെ നമുക്ക് വേരോടുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് ഇഷ്ടപ്പെട്ടോ? പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് പ്രത്യേകം പറയട്ടെ, നമ്മളിതിന് മാസത്തിലൊരിക്കലും എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുക്കണം കേട്ടോ. ചാണകപ്പൊടി അതുപോലെ തന്നെ നമുക്ക് NPK ഒക്കെ ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. മസ്റ്റായിട്ട് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത് ചാണകപ്പൊടി, ഉണക്ക ചാണകപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.